ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കവേ ഇന്ത്യ സഖ്യ നേതാക്കൾ ഇന്ന് ഡൽഹിയിൽ യോഗം ചേരുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം ചേരുന്നത്. വോട്ടെണ്ണൽ ദിവസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുക്കില്ല. 3 മണിക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടക്കുന്ന യോഗത്തിലേക്ക് എല്ലാ കക്ഷികൾക്കും ക്ഷണമുണ്ട്. വോട്ടെണ്ണലിൽ അട്ടിമറി ഉണ്ടാകാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ചും യോഗത്തിൽ പങ്കെടുക്കുന്ന നേതാക്കൾക്ക് നിർദ്ദേശം നൽകുക എന്നതും ഈ യോഗത്തിൽ വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. തിരഞ്ഞെടുപ്പ് ഫലം അനുകൂലമെങ്കിൽ ചെയ്യേണ്ട തുടർ നീക്കങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യും. BJD, YSR, കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുമായി ചർച്ച നടക്കുവാനുള്ള സാഹചര്യവും ഇന്നത്തെ യോഗത്തിൽ ഉരുത്തിരിയും. എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ചും യോഗത്തിൽ ചർച്ച നടന്നേക്കും. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തുടങ്ങിയവർ യോഗത്തിൽ ഇന്ന് പങ്കെടുക്കുന്നില്ല എന്നാണ് വിവരം. അതാത് സംസ്ഥാനങ്ങളിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തിരക്കുകൾ മൂലമാണ് ഇരു നേതാക്കളും യോഗത്തിൽ സംബന്ധിക്കില്ല എന്നറിയിച്ചിരിക്കുന്നത്. DMK പ്രതിനിധിയായി മുൻ കേന്ദ്രമന്ത്രി TR ബാലു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇന്ന് ഇടക്കാല ജാമ്യം അവസാനിക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ യോഗത്തിൽ പങ്കെടുത്തേക്കും എന്നാണ് സൂചനകൾ വരുന്നത്. അതേസമയം രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇന്ന് സമാപനമാവുകയാണ്. 7 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. 57 മണ്ഡലങ്ങളിലാണ് ജനം ഇന്ന് വിധി എഴുതുന്നത്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ ഫലം പുറത്തുവരുന്നത്. ഉത്തർപ്രദേശും പഞ്ചാബും അടക്കം 7 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ബംഗാൾ, ബീഹാർ, ഒഡീഷ, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ അവിടെ നിന്നായി 904 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്.